Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൗഡർ മെറ്റലർജി അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിലെ വേരിയസ് സ്റ്റേജസ്, ആ ഒരു പ്രോസസ്സിലെ വേരിയസ് സ്റ്റേജസ് ഏതെല്ലാമാണെന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് പൗഡർ മെറ്റലർജിയിൽ നമുക്കറിയാം, അവിടെ നമ്മുടെ മെറ്റൽ പൗഡേഴ്സാണ് നമ്മുടെ മെയിനായിട്ട് റോ മെറ്റീരിയലായിട്ട് നമുക്ക് വരുന്നത് മെറ്റൽ പൗഡേഴ്സാണ്. അപ്പോൾ ആ മെറ്റൽ പൗഡേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാനുഫാക്ചർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഏതെല്ലാമാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റൽ പൗഡറിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് നോർമലി വേരി ചെയ്യുന്നത് ഒരു 1 to 100 മൈക്രോൺസ് ആണ്. ഒരു 1 മുതൽ 100 മൈക്രോൺസ് വരെ എന്ത് ചെയ്യാം, അതിൻ്റെ സൈസ് വേരി ചെയ്യാം. ബട്ട് ഒരു 10 to 20 എന്ന് പറയുന്ന 20 മൈക്രോൺസ് ആണ്, 10 to 20 മൈക്രോൺസ് ആണ് മോസ്റ്റ് ടിപ്പിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡേഴ്സിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പൗഡറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഏതെല്ലാം ആണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ മെത്തേഡ്സുകൾ നമുക്ക് നോക്കാം. ഒന്ന് ആറ്റോമൈസേഷൻ, സെക്കൻഡ് വൺ റിഡക്ഷൻ. ഈ റിഡക്ഷനെ നമ്മൾ വേറൊരു പേരിട്ട് പറയാം, വേറൊരു പേരിലും അറിയപ്പെടാം കെമിക്കൽ റിയാക്ഷൻ മെത്തേഡ്. ഒരു കെമിക്കൽ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. സെക്കൻഡ് വൺ, തേർഡ് ഇലക്ട്രോളിസിസ്. പിന്നെ ഫോർത്ത് വൺ മെക്കാനിക്കൽ പൾവറൈസേഷൻ. ഈ മെക്കാനിക്കൽ പൾവറൈസേഷനിൽ ക്രഷിങ് വരാം, അതുപോലെ തന്നെ മില്ലിങ് വരാം, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രൈൻഡിങ് വരാം. മെക്കാനിക്കൽ പൾവറൈസേഷനിൽ ക്രഷിങ്, മില്ലിങ്, ഗ്രൈൻഡിങ്, അത് മൂന്നും അതിലെന്ത് ചെയ്യാം, അതിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ക്രഷിങ്ങും മില്ലിങ്ങും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയുകയും ചെയ്യാം. ഓക്കെ, അതുപോലെ ലാസ്റ്റ് വൺ ആണ് കണ്ടൻസേഷൻ ഓഫ് മെറ്റൽ പൗഡേഴ്സ്. മെറ്റൽ പൗഡേഴ്സിനെ കണ്ടൻസ് ചെയ്യുക. ഓക്കെ, അത്തരം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത്തരം മെത്തേഡുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഒരു 4 മെത്തേഡ്, ആദ്യത്തെ 4 മെത്തേഡ് അറ്റോമൈസേഷൻ, റിഡക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രോളിസിസ്, മെക്കാനിക്കൽ പൾവറൈസേഷൻ, ആ 4 മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു പോർഷനാണത്. ഓക്കെ, നമുക്ക് ഓരോന്നും നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, അറ്റോമൈസേഷൻ. എന്താണ് അറ്റോമൈസേഷൻ? The molten metal is forced through a nozzle into a high pressure stream of water or air. Upon contact with the stream, the molten metal is broken into small droplets which solidify into metal powder particles. അതായത് ഇവിടെ നമുക്ക് ഏത് പൗഡറാണോ, മെറ്റലിൻ്റെ പൗഡറാണോ നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആ മെറ്റലിനെ നമ്മൾ ആൾറെഡി മോൾട്ടൺ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാറിയിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ളൊരു മെറ്റലിനെ നമ്മളൊരു നോസിലൂടെയോ ഒറിഫൈസിലൂടെയോ നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈ ഫോഴ്സിൽ കടത്തി വിടുകയാണ്. ഓക്കെ, അങ്ങനെ അതിലൂടെ നോസിലൂടെയോ അല്ലെങ്കിൽ ഒറിഫൈസിലൂടെയോ വരുന്ന ആ ഒരു മോൾട്ടൺ മെറ്റൽ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് മെറ്റലിനെ നമ്മളൊരു ഹൈ പ്രഷർ വാട്ടറിൻ്റെയോ എയറിൻ്റെയോ സ്ട്രീമുമായിട്ട് എന്ത് ചെയ്യാണ്, അതുമായിട്ടൊരു കോണ്ടാക്റ്റ് വരുത്തുകയാണ്, അല്ലെങ്കിൽ അതുമായിട്ടൊരു ഇമ്പിഞ്ചേഷൻ അല്ലെങ്കിൽ അതുമായിട്ടൊരു ഇമ്പാക്റ്റ് നടത്തുകയാണ്. അങ്ങനെ നടത്തുന്ന സമയത്ത് ഈ ഒരു മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യും, അത് ആ ഒരു പ്രഷർ ഫോഴ്സ് കാരണം, ഈ സ്ട്രീമിൻ്റെ വാട്ടറിൻ്റെ എയറിൻ്റെ ഹൈ പ്രഷർ കാരണം എന്ത് ചെയ്യും, ഈ മോൾട്ടൺ മെറ്റൽ ബ്രോക്കൺ ചെയ്യും. അത് ബ്രോക്കൺ ചെയ്ത് ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ആ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് സോളിഡിഫൈ ചെയ്ത് മെറ്റൽ പൗഡർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ഓക്കെ, ആ ഡ്രോപ്ലെറ്റ്സ് മെറ്റൽ പൗഡർ പാർട്ടിക്കിൾസ് അങ്ങനെ സോളിഡിഫൈ ചെയ്ത് മെറ്റൽ പൗഡർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. അതാണ് അറ്റോമൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. This method is used mostly for low melting point metals because of the corrosive action of the metal on the nozzle at a high temperature. അതായത് മോസ്റ്റ് കോമൺലി ഈ അറ്റോമൈസേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് മെറ്റൽസിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ് മെറ്റൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒബീവിയസ്ലി ഹൈ ടെമ്പറേച്ചർ ആണ് അവിടെ വരുന്നത്, നിങ്ങൾക്കറിയാം. ആ ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഈ മെറ്റൽ പാസ് ചെയ്യുന്നത് ഒരു നോസിലൂടെയോ അല്ലെങ്കിൽ ഒരു ഒറിഫൈസിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാം,
ആ ഒരു പർട്ടിക്കുലർ ഏരിയ നോസിലിൻ്റെയോ അല്ലെങ്കിൽ ഒറിഫൈസിൻ്റെയോ ഏരിയയിലൊക്കെ കൊറോഷൻ എന്ന് പറയുന്നത് വരാനുള്ള ചാൻസ് ഈ ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ട മെറ്റൽസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു നോസിലിനെയോ അല്ലെങ്കിൽ ഈ ഒറിഫൈസിനെയോ ഒക്കെ എന്ത് ചെയ്യാം, അത് കൊറോഷൻ അല്ലെങ്കിൽ അതിനൊക്കെ കൊറോഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് മെറ്റൽസ് നോർമലി എന്ത് ചെയ്യാത്തത്, അറ്റോമൈസേഷൻ വഴി ചെയ്യാത്തത്. എന്നാൽ ചെയ്യുന്ന കേസുകളുണ്ട്, അവിടെ കൊറോസീവ് ആക്ഷൻ കുറവായിട്ടുള്ള മെറ്റൽസുകൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ frequently an inert gas is employed in order to improve the purity of the powder. നമ്മൾ പലപ്പോഴായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ അറ്റോമൈസേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലേക്ക് അറ്റോമൈസേഷൻ നടക്കുന്ന ആ ഒരു പർട്ടിക്കുലർ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇനേർട്ട് ഗ്യാസിനെ എന്ത് ചെയ്യാറുണ്ട്, അതിലേക്ക് കടത്തിവിടാറുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു റിയാക്ഷനും അവിടെ ഈ മെറ്റലും ഓക്സിജനുമായിട്ട്, അവിടെ ഓക്സിജനൊക്കെ പ്രസൻ്റ് ആണ് നിങ്ങൾക്കറിയാം. അപ്പം മെറ്റൽസ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഓക്സിജനൊക്കെ ആയിട്ട് മെറ്റൽ ഓക്സൈഡ്സ് ഒക്കെ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള റിയാക്ഷൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനേർട്ട് ഗ്യാസസിന് എന്ത് ചെയ്യും, അതിലൂടെ പാസ് ചെയ്ത് വിടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള മെറ്റൽ പൗഡേഴ്സിനെ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ ഇതാണ് അറ്റോമൈസേഷൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്താണ്, സെക്കൻഡ് മെത്തേഡ് റിഡക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ മെത്തേഡാണ്. നമുക്ക് നോക്കാം. ഇൻ ദിസ് ദ കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽസ് യൂഷ്വലി ഓക്സൈഡ്സ്, example iron oxides, are reduced with carbon monoxide or hydrogen at temperatures below the melting point of the metal, example iron, in a furnace. അതായത് ഇവിടെ നമ്മൾ മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കും, മെറ്റൽ കോമ്പൗണ്ട്സുകൾ ഉണ്ടായിരിക്കും. നോർമലി അല്ലെങ്കിൽ യൂഷ്വലി ആ മെറ്റൽ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡ്സുകളായിരിക്കും. മെറ്റൽ ഓക്സൈഡ്സുകൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് അയൺ ഓക്സൈഡ് ആണ്. അത്തരത്തിലുള്ള മെറ്റൽ ഓക്സൈഡ്സുകൾ കാർബൺ മോണോക്സൈഡോ അല്ലെങ്കിൽ ഹൈഡ്രജനോ ആയിട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണ്. ഒരു കെമിക്കൽ റിഡക്ഷനാണ് ആക്ച്വലി നടക്കുന്നത്. ഒരു കെമിക്കൽ റിഡക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് നിങ്ങൾ നോക്കുക, ആ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൻ്റെ ബിലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു കെമിക്കൽ റിഡക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യുന്നത് അവിടെ നടത്തുന്നത് ഒരു പർട്ടിക്കുലർ ഫർണസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാർബൺ മോണോക്സൈഡും ഈ ഹൈഡ്രജനുമായിട്ടൊക്കെ ഈ അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെറ്റൽ ഓക്സൈഡുകൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മെറ്റൽ ഓക്സൈഡിൻ്റെ ഓക്സിജൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ റിഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പ്യുവർ മെറ്റൽസ് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, ലഭ്യമാവും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, ദ റിഡ്യൂസ്ഡ് പ്രൊഡക്റ്റ് ഈസ് ദെൻ ക്രഷ്ഡ് ആൻഡ് ഗ്രൗണ്ട്. അതെന്ത് ചെയ്യും, എന്നിട്ട് ആ കിട്ടുന്ന പ്രൊഡക്റ്റ് നേരിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് പ്യുവർ ഫോമിലേക്ക് മാറി എന്നുള്ളൂ. അതായത് അയൺ ഓക്സൈഡ് അയണായി മാറി, ഇപ്പോൾ വേറെ കോപ്പർ ഓക്സൈഡ് ആണെങ്കിൽ അത് കോപ്പറായിട്ട് മാറി. അങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നു. ബട്ട് അത് നമുക്ക് നേരിട്ട് പൗഡർ ഫോമിൽ കിട്ടത്തില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസിലേക്കും ഷേപ്പിലേക്കൊക്കെ പാർട്ടിക്കിൾ സൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒരു മില്ലിൽ കൊണ്ടുപോയിട്ട് ക്രഷ് ചെയ്യും, അതുപോലെ തന്നെ ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ, ക്രഷ് ചെയ്യും, അതുപോലെ തന്നെ ഗ്രൈൻഡും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അയണിനെ അല്ലെങ്കിൽ സ്പോഞ്ചി അയൺ പൗഡർ, അതായത് അയൺ ഓക്സൈഡിൽ നിന്ന് സ്പോഞ്ചി അയൺ പൗഡർ നമ്മൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. അത് നോർമലി ചെയ്യുന്നത് ഈ Fe3O4, ഇത് അയൺ ഓക്സൈഡ് ആണ്, പ്ലസ് കാർബൺ മോണോക്സൈഡ്, അതുമായിട്ട് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് 3Fe + 4CO2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട് കിട്ടും. അതിൽ നോക്കുക, ആ ഒരു റിയാക്ഷൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്യുവർ അയണിനെ അതിൽ നിന്ന് കിട്ടും. കിട്ടുന്നത് ഒരു സ്പോഞ്ചി സ്ട്രക്ചറിലുള്ള അയൺ പൗഡറാണ്, അല്ലെങ്കിൽ സ്പോഞ്ചി അയൺ പൗഡറാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ നിന്ന് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കോപ്പർ പൗഡേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും,
ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് ബൈ ഹീറ്റിംഗ് ദ കോപ്പർ ഓക്സൈഡ് ഇൻ എ സ്ട്രീം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജനുമായിട്ട് ഒരു ഹൈഡ്രജൻ സ്ട്രീമിൽ നമ്മൾ എന്ത് ചെയ്യണം, കോപ്പറിനെ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുക മീൻസ് അതിൻ്റെ ബിലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ സ്പോഞ്ചി അയൺ പൗഡർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അയൺ ഓക്സൈഡിനെ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസിൽ ഒരു ഫർണസിൻ്റെ ഉള്ളിൽ ബിലോ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് പ്യുവർ അയൺ കിട്ടുന്നു, അവിടെ കാർബൺ മോണോക്സൈഡ് വരുന്നു. അതുപോലെ ഇവിടെ കോപ്പർ ഓക്സൈഡിൽ നിന്ന് നമുക്ക് ഹൈഡ്രജനും അതുപോലെ തന്നെ വാട്ടറും എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കും. ഓക്കെ, ഹൈഡ്രജൻ അല്ല, പ്യുവർ കോപ്പറും അതുപോലെ തന്നെ ആരും കിട്ടും, വാട്ടറും നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു ആസ് എ റിസൾട്ട് റിയാക്ഷൻ നമുക്ക് കിട്ടും. കോപ്പറും ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പം അതുപോലെ ടങ്സ്റ്റണ്, നിക്കല്, മോളിബ്ഡിനം, കൊബാൾട്ട് പൗഡേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കാം. ഓക്കെ, സോ റിഡക്ഷൻ പ്രോസസ് ഈസ് എ കൺവീനിയൻറ്റ്, economical and flexible method, and perhaps the largest volume of metallurgical powders is made by this process. അതായത് ഏറ്റവും നമുക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മെത്തേഡുകളിലൊക്കെ മോസ്റ്റ് കൺവീനിയൻ്റ് ആൻഡ് എക്കണോമിക്കൽ പ്രോസസ്സാണ് ഇത് റിഡക്ഷൻ പ്രോസസ്സ്. അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടിയാണ് റിഡക്ഷൻ പ്രോസസ്സ്. അതുപോലെ തന്നെ ഉള്ള ഒരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ, മെറ്റൽ പ്രൊഡക്ഷൻ പ്രോസസ്സുകളിൽ ഏറ്റവും ലാർജ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ലാർജസ്റ്റ് വോളിയം ഓഫ് മെറ്റലർജിക്കൽ പൗഡേഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് ഏത്, റിഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിൻസിപ്പലി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എക്സ്ട്രീംലി പ്യുവർ പൗഡേഴ്സ് ഓഫ് കോപ്പർ ആൻഡ് അയൺ. അതായത് വളരെ പ്യൂരിറ്റി കൂടിയിട്ടുള്ള കോപ്പറിൻ്റെയും അയണിൻ്റെയും പൗഡേഴ്സ് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ് കോമൺലി അല്ലെങ്കിൽ മോസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലക്ട്രോളിസിസ് യൂസ് ചെയ്യുന്നത്. ബട്ട് കോപ്പറും അയണും മാത്രമല്ല, നമുക്ക് സിൽവർ, നിക്കൽ തുടങ്ങിയിട്ടുള്ള മെറ്റൽസിൻ്റെ ഒക്കെ പൗഡേഴ്സ് എന്ത് ചെയ്യാം, ഈ രീതിയിൽ മാനുഫാക്ചർ ചെയ്തെടുക്കാം. ബട്ട് പ്രിൻസിപ്പലി അത് ബെറ്റർ എന്ന് പറയുന്നത്, ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കോപ്പറും അയണും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സിമിലർ ടു എന്താണ്, ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. നിങ്ങൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ പണ്ട് കാലത്ത് പഠിച്ചു തന്നെയാണ്. ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ അതേപോലത്തെ ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ഇലക്ട്രോളിസിസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്ന് നമുക്കൊരു കോപ്പർ പൗഡർ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് ഈ ഒരു മെത്തേഡ് വഴി എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫോർ മേക്കിംഗ് കോപ്പർ പൗഡർ, കോപ്പർ പ്ലേറ്റ്സ് ആർ പ്ലേസ്ഡ് ആസ് ആനോഡ്സ് ഇൻ എ ടാങ്ക് ഓഫ് ഇലക്ട്രോലൈറ്റ്, whereas aluminum plates are placed into the electrolyte to act as cathodes. സോ നമുക്കറിയാം ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുമ്പോൾ സമയത്ത് ഒരു ആനോഡ് ഒരു കാഥോഡ് ഉണ്ടായിരിക്കും. സോ നമ്മുടെ ആനോഡായിട്ട് നമ്മൾ എന്താ പ്ലേസ് ചെയ്യുന്നത്, കോപ്പർ പ്ലേറ്റ്സുകളാണ്. കോപ്പർ പ്ലേറ്റ്സുകൾ ആനോഡായിട്ട് നമ്മളൊരു പർട്ടിക്കുലർ ടാങ്കിൻ്റെ ഉള്ളിൽ ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ കോപ്പർ പ്ലേറ്റ്സുകൾ എന്ത് ചെയ്യുന്നു, ആനോഡായിട്ട് പ്ലേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കാഥോഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അലുമിനിയം പ്ലേറ്റ്സുകൾ എന്ത് ചെയ്യുന്നു, അതിൽ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ ആംബിയറേജ് കറണ്ട് അതിലൂടെ പാസ് ചെയ്യാണ്. അങ്ങനെ ഹൈ ആംബിയറേജ് കറണ്ട് ആ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എ പൗഡറി ഡെപ്പോസിറ്റ് ഓഫ് ആനോഡ് മെറ്റൽ ഓൺ ദി കാഥോഡ്സ്. അതായത് ഈ ആനോഡ് മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ. ആ കോപ്പറിലെ കുറച്ച് മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ഒരു പൗഡേർഡ് ഫോമിൽ നമ്മുടെ ആനോഡ് ഏതിലേക്ക് ഡിപ്പോസിറ്റ് ആവും, കാഥോഡിൽ ഡിപ്പോസിറ്റ് ആവും. അതായത് അലുമിനിയം പ്ലേറ്റിൻ്റെ മുകളിൽ ഡിപ്പോസിറ്റ് ആവും. ആഫ്റ്റർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം the cathode plates are taken out from the electrolyte, are rinsed to remove the electrolyte and dried. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ്, നമ്മളൊരു ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രോസസ്സ്, ആ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ തിക്നെസ്സിൽ ഈ കാഥോഡ് പ്ലേറ്റിൻ്റെ മുകളിൽ ഈ ആനോഡിലെ മെറ്റീരിയൽ, അതായത് നമ്മുടെ കോപ്പർ അവിടെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, ഡിപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് ആ കാഥോഡ് പ്ലേറ്റിനെ, അതായത് ആ അലുമിനിയം പ്ലേറ്റിനെ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിനെ റിൻസ് ചെയ്തിട്ട് അതിലെ ഇലക്ട്രോലൈറ്റുകളൊക്കെ റിമൂവ് ചെയ്ത് അതിനെ ഡ്രൈ ചെയ്യും.
ഓക്കെ, ആ പ്ലേറ്റിനെ ഡ്രൈ ചെയ്യും. അങ്ങനെ ഡ്രൈ ചെയ്തതിന് ശേഷം അവിടെ ഡിപ്പോസിറ്റ് ആയിട്ടുള്ള കോപ്പറിൻ്റെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനൊക്കെ സ്ക്രാപ്പ് ചെയ്ത് ആ സ്ക്രാപ്പ് ചെയ്ത കോപ്പറിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, മെക്കാനിക്കൽ പൾവറൈസേഷൻ നടത്തും. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈഡ് പൗഡർ സൈസിലേക്ക് എന്ത് ചെയ്യാണ്, കൊണ്ടുവരണം. സോ അതാണ് ലാസ്റ്റ് പോയിന്റ്. ദ കോപ്പർ ഡിപ്പോസിറ്റ് ഓൺ കാഥോഡ് പ്ലേറ്റ് ഈസ് സ്ക്രാപ്ഡ് ഓഫ് ആൻഡ് പൾവറൈസ്ഡ് ടു പ്രൊഡ്യൂസ് powder of the desired size. Okay, the copper deposit on cathode plate is scrapped off. നമ്മൾ എന്തെങ്കിലും സ്ക്രാപ്പ് ഓഫ് ചെയ്യുന്നു, നമ്മുടെ പ്ലേറ്റിൽ നിന്ന് സ്ക്രാപ്പ് ഓഫ് ചെയ്തിട്ട് അത് നമുക്കറിയാം ആ കിട്ടുന്ന പൗഡറിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിസൈഡ് സൈസിലൊന്നും ആവണമെന്നില്ല. അപ്പോൾ നമുക്കത് കൃത്യമായിട്ടുള്ള സൈസിലേക്ക്, പാർട്ടിക്കിൾ സൈസിലേക്ക് കൊണ്ടുവരാൻ വീണ്ടും ഫർദർ മെക്കാനിക്കൽ പൾവറൈസേഷൻ അല്ലെങ്കിൽ ക്രഷിങ് നമ്മൾ നടത്തേണ്ടി വരും. ഓക്കെ, സോ ഈ പ്രോസസ്സാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. എൻ്റെ 4 മെക്കാനിക്കൽ പൾവറൈസേഷൻ. അത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ മെറ്റൽസിനെ എന്ത് ചെയ്യാണ്, മെറ്റൽസ് ആർ ഡിസിൻറ്റഗ്രേറ്റഡ് ടു പ്രൊഡ്യൂസ് ദ സൈസ് ഓഫ് ദ പൗഡർ റിക്വയർഡ് ബൈ ക്രഷിംഗ്, റോളിംഗ് ആൻഡ് മില്ലിംഗ്. In the final stage, the crushed metal is finally ground into a ball mill in which many steel balls impinge upon the powder to grind into needed size. ഇവിടെ നമ്മൾ ക്രഷിംഗ് ഉണ്ട്, റോളിംഗ് ഉണ്ട്, മില്ലിംഗ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയ കുറേ പ്രോസസ്സ് ആ പ്രോസസ്സുകളുണ്ട്. അത്തരത്തിലുള്ള ക്രഷേഴ്സിലോ റോളേഴ്സിലോ മില്ലേഴ്സിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായ മെറ്റൽ പൗഡേഴ്സ്, ഏതാണോ മെറ്റൽ പൗഡേഴ്സ് വേണ്ടത്, അപ്പോൾ അതിലേക്ക് ഫില്ല് ചെയ്യും. അതിൽ ഫില്ല് ചെയ്തിട്ട് ക്രഷ് ചെയ്ത് റോൾ ചെയ്ത് അതുപോലെ മില്ല് ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ പൗഡേഴ്സ് അതിൽ നിന്ന് ഫോം ചെയ്യും. എന്നിട്ട് അങ്ങനെ കിട്ടുന്ന പൗഡേഴ്സ് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് മില്ലുണ്ടായി, ഒരു ബോൾ മില്ലുണ്ടായിരിക്കും. ആ ബോൾ മില്ലിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റീൽ ബോൾസ് ആൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ സ്റ്റീൽ ബോൾസിൻ്റെയും ഈ സ്റ്റീൽ ബോൾസിൻ്റെ ഇടയിലേക്ക്, അല്ലെങ്കിൽ ആ ബോൾ മില്ലിൻ്റെ ഉള്ളിലുള്ള സ്റ്റീൽ ബോൾസിൻ്റെ ഉള്ളിലേക്ക്, ആ ഇടയിലേക്ക് ആരെ ഫില്ല് ചെയ്യും, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മെറ്റൽസിനെ, ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മെറ്റൽസിനെ, അല്ലെങ്കിൽ റോളിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മെറ്റൽസ് പൗഡേഴ്സിനെ, അല്ലെങ്കിൽ മില്ലിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മെറ്റൽ പൗഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഫില്ല് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഗ്രൈൻഡ് ചെയ്യും. അതായത് ഈ സ്റ്റീൽ ബോൾസുമായിട്ട് ഈ മെറ്റൽ പൗഡേഴ്സ് എന്ത് ചെയ്യും, അങ്ങനെ അവ തമ്മിൽ ഭയങ്കര വിയർ ആൻഡ് ടയർ ഒക്കെ നടന്ന് നമ്മളെ മെറ്റൽസ് ആവശ്യമായിട്ടുള്ള സൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൈൻഡ് ചെയ്ത് മെറ്റൽ പൗഡേഴ്സ് ആവശ്യമായിട്ടുള്ള സൈസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അതാണ് മെക്കാനിക്കൽ പൾവറൈസേഷനിൽ നടക്കുന്നത്. അപ്പോൾ അത് ആദ്യം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റൽസ് ഉണ്ടായിരിക്കും. ആ മെറ്റൽസിനെ ആൾറെഡി എന്ത് ചെയ്യാണ്, ക്രഷിങ്ങോ റോളിങ്ങോ മില്ലിങ്ങോ വഴി അതിനൊന്ന് പൊടിക്കും, ഒന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്നാലും ആ കൃത്യമായിട്ടൊരു സൈസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രഷിങ്ങോ റോളിങ്ങോ മില്ലിങ്ങോ വഴി കൃത്യമായിട്ടൊരു സൈസിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഫൈനലി ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് കൃത്യമായി ചെയ്താൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള നീഡഡ് സൈസിലേക്ക് എത്തുള്ളൂ. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോൾ മില്ലിൽ ഈ മെറ്റൽ പൗഡറിനെ ഫില്ല് ചെയ്യുന്നു. ആ മെറ്റൽ പൗഡർ ആ ബോൾ മില്ലിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റീൽ ബോൾസുമായിട്ട് ഇമ്പിഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഈ നമ്മുടെ മെറ്റൽ പൗഡർ വീണ്ടും അതിൻ്റെ സൈസ് എന്ത് ചെയ്യും, സൈസൊക്കെ കുറയും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാൻ മെക്കാനിക്കൽ പൾവറൈസേഷനിൽ കഴിയും. ഓക്കെ, അതാണ് 4ാമത്തെ മെത്തേഡ്. ദെൻ 5ാമത്തത് എന്താണ്, കണ്ടൻസേഷൻ ഓഫ് മെറ്റൽ പൗഡേഴ്സ്. കണ്ടൻസേഷൻ ഓഫ് മെറ്റൽ പൗഡേഴ്സ്. സോ ഇവിടെ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് used for metals such as zinc, cadmium and magnesium which can be boiled and the vapor are condensed in powder form. അതായത് സിങ്ക്, മഗ്നീഷ്യം, കാഡ്മിയം തുടങ്ങിയ മെറ്റൽസുകളാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെറ്റൽ പൗഡേഴ്സ് ഫോം ചെയ്യുന്നത്. അതേ പറ്റുള്ളൂ. അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയെ നമ്മൾ എന്ത് ചെയ്യും, ബോയിൽ ചെയ്ത് അതായത് ലിക്വിഡ് മെറ്റലിനെ ബോയിൽ ചെയ്ത് അവ വേപ്പറായി മാറാൻ വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്ന വേപ്പറിനെ തിരിച്ച് കണ്ടൻസ് ചെയ്ത് സോളിഡ് ഫോമിലേക്ക്, അങ്ങനെ കണ്ടൻസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും.
അതാണ് നടക്കുന്നത്, കണ്ടൻസേഷൻ ഓഫ് മെറ്റൽ പൗഡേഴ്സ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇൻ ദിസ് എ റോഡ് ഓഫ് മെറ്റൽ ഈസ് ഫെഡ് ഇൻ ടു എ ഹൈ ടെമ്പറേച്ചർ ഫ്ലെയിം. ഒരു ഹൈ ടെമ്പറേച്ചർ ഫ്ലെയിമിലേക്ക് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ സിങ്ക് ആണെങ്കിൽ ആ സിങ്കിൻ്റെ റോഡ് നമ്മൾ ഒരു ഹൈ ടെമ്പറേച്ചർ ഫ്ലെയിമിലേക്ക് വെക്കുന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, നമ്മളെ മെറ്റൽ ലിക്വിഡ് വേപ്പറായിട്ട് വേപ്പറൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും അല്ലേ. വേപ്പറൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് ഉണ്ടായിരിക്കും. ആ വേപ്പറൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് മെറ്റൽ അതിനെന്ത് ചെയ്യുന്നു, വേപ്പറൈസ് ആവുന്ന ഡ്രോപ്ലെറ്റ്സുകൾ ഉണ്ടായിരിക്കും, മെറ്റൽ ഡ്രോപ്ലെറ്റ്സ് അങ്ങനെ വേപ്പറൈസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ആ ഡ്രോപ്ലെറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കൂളായിട്ടുള്ള സർഫസിലേക്ക് അതിനെ ആ ഒരു കൂളായിട്ടുള്ള സർഫസിലേക്ക് എന്ത് ചെയ്യാണ്, ഈ മെറ്റൽ ഡ്രോപ്ലെറ്റ്സിനെ വീഴാൻ അനുവദിക്കും, അല്ലെങ്കിൽ ആ സർഫസിൻ്റെ മുകളിലേക്ക് അത് വീഴും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ ഡ്രോപ്ലെറ്റ്സ് ഈ കൂൾ സർഫസുമായി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് കണ്ടൻസ് ചെയ്ത് മെറ്റൽ പൗഡേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ സർഫസിന് വേണ്ട ഒരു പ്രത്യേകത എന്താണ്, ആ സർഫസുമായിട്ട് ഈ മെറ്റൽ ഡ്രോപ്ലെറ്റ്സ് യാതൊരുവിധ എന്ത് ചെയ്യാൻ പാടില്ല, അത് തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അതായത് അതിൻ്റെ അഡ്ഹർ ചെയ്യാൻ അത് പാടില്ല. ഓക്കെ, അതായത് അതിന് അഡ്ഹർനെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അഡ്ഹറൻസും കൊഹസീനസും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ആള് അഡ്ഹർ ചെയ്യാൻ പാടില്ല ആരായിട്ട്, നമ്മുടെ മെറ്റൽ പൗഡറുമായിട്ട് ഈ കൂൾ സർഫസ് യാതൊരുവിധ അഡ്ഹേർനെസ്സും പാടില്ല. അങ്ങനെ അഡ്ഹേർനെസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്തായാലും അവ തമ്മിലൊരു ജോയിന്റ് വന്നാൽ നമുക്കത് മെറ്റൽ പൗഡറിന് റിമൂവ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള സർഫസുകൾ വേണം നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സർഫസിലേക്ക്, കൂൾ സർഫസിലേക്ക് വേണം ഇത്തരത്തിൽ ലിക്വിഡ് വേപ്പറൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വരുന്ന സിങ്കോ കാഡ്മിയോ മഗ്നീഷ്യോ നമ്മൾ എന്ത് ചെയ്യാൻ, അതിലേക്ക് ആ തരത്തിലുള്ള സർഫസിലേക്ക് വേണം അതിനെ വീഴ്ത്താൻ. ഓക്കെ, അങ്ങനെ അതെന്ത് ചെയ്യും, ആ കൂൾ സർഫസിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഡ്രോപ്ലെറ്റ്സുകൾ വേപ്പർ ഡ്രോപ്ലെറ്റ്സുകൾ എന്താവും, പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഇതാണ് നമ്മുടെ 5 മെത്തേഡുകൾ. ഇത് 5ഉം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള എന്തെല്ലാമാണ് അഡ്വാൻറ്റേജസ് ഓഫ് പൗഡർ മെറ്റലർജി. മറ്റ് മാനുഫാക്ചറിങ് മെത്തേഡ്സിനെ അപേക്ഷിച്ച് പൗഡർ മെറ്റലർജി പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്. ഫസ്റ്റ് വൺ നോക്കാം. The dimensional accuracy and surface finish obtainable are such that for many applications all machining can be eliminated. എന്താ പറയുന്നത്, ഡയമെൻഷനൽ ആക്യുറസി അതുപോലെ തന്നെ സർഫസ് ഫിനിഷ് ഒബ്റ്റെയിനബിൾ. അതായത് നമുക്ക് ഇന്ന് കിട്ടുന്ന സർഫസ് ഫിനിഷ്, ഡയമെൻഷനൽ ആക്യുറസി എന്നൊക്കെ പറയുന്നത് മറ്റ് കാസ്റ്റിങ് അതുപോലെ ഫോർജിങ് തുടങ്ങിയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആക്യുറസി സർഫസ് ഫിനിഷ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫർദർ മിഷനിങ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. മിഷനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാതെ നമുക്ക് കിട്ടിയത്തില്ല. അപ്പം അത് അങ്ങനത്തെ ഒരു മിഷനിങ് പ്രോസസ്സ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, ആവശ്യമില്ല. ആ ഒരു മിഷനിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്നാലും പൂർണ്ണമായ തോതിലൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എലിമിനേറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് മോസ്റ്റ്ലി മറ്റ് ആപ്ലിക്കേഷൻസിനെക്കാട്ടും വളരെ കുറഞ്ഞ മിഷനിങ് എമൗണ്ട് മാത്രമേ എന്തുള്ളൂ ഈ ഒരു പൗഡർ മെറ്റലർജി പ്രോസസ്സിൽ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ എന്താണ്, ക്ലീനർ ആൻഡ് ക്വൈറ്റർ ഓപ്പറേഷൻ ആൻഡ് ലോങ്ങർ ലൈഫ് ഓഫ് ദ കമ്പോണൻറ്റ്. വളരെ ക്ലീൻ ആൻഡ് ക്വൈറ്റർ ഓപ്പറേഷനാണ്. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അവിടെ യാതൊരു വിധത്തിലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ലിക്വിഡ് രൂപത്തിലേക്കോ മോൾട്ടൺ മെറ്റലൊന്നും വരുന്നില്ല. പൗഡർ രൂപത്തിലാണ് നമുക്ക് റോ മെറ്റീരിയൽ കിട്ടുന്നത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് സാധനം നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ക്ലീൻ ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് ഈ ഒരു പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ നിന്ന് കിട്ടുന്ന കമ്പോണൻറ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ലോങ്ങർ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് എന്താണ്, പാർട്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹൈ മെൽറ്റിംഗ് പോയിന്റ് റിഫ്രാക്ടറി മെറ്റൽസ് വിത്ത് റെസ്പെക്റ്റീവ്ലി ലെസ് ഡിഫിക്കൽറ്റി ആൻഡ് കോസ്റ്റ്. അതായത് നമുക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസുകൾ ഉണ്ടായിരിക്കും, വളരെ മെൽറ്റിംഗ് പോയിന്റ് കൂടിയ മെറ്റൽസ് ഉണ്ടായിരിക്കും, റിഫ്രാക്ടറി മെറ്റൽസുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള മെറ്റൽസുകൾ
മാനുഫാക്ചർ ചെയ്യാൻ, അല്ലെങ്കിൽ അവയുടെ അത്തരത്തിലുള്ള മെറ്റൽസിൻ്റെ പാർട്സ് മാനുഫാക്ചർ ചെയ്യാൻ മറ്റ് കാസ്റ്റിങ്, ഫോർജിങ് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ പ്രസ്സിങ് തുടങ്ങിയ ഹോട്ട് വർക്കിംഗ് തുടങ്ങിയിട്ടുള്ള പ്രോസസ്സുകളെയൊക്കെ അപേക്ഷിച്ച് ഇത് കുറച്ച് കൂടി എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പൗഡർ മെറ്റലർജിയിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ വളരെ അതിൻ്റെ കോസ്റ്റും ഇവിടെ എന്താണ്, കുറവാണ്. ഓക്കെ. ദെൻ തേർഡ് എന്താണ്, ഫോർത്ത് എന്താണ്, പ്രൊഡക്ഷൻ റേറ്റ്സ് ആർ ഹൈ ഈവൻ ഫോർ കോംപ്ലക്സ് പാർട്സ്. മറ്റ് മാനുഫാക്ചറിങ് മെത്തേഡ്സിൽ അവിടെ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ റേറ്റിനെക്കാട്ടും വളരെ കൂടുതലാണ് പൗഡർ മെറ്റലർജിയിൽ കിട്ടുന്ന പ്രൊഡക്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കാസ്റ്റിംഗ് വഴി നമുക്ക് മണിക്കൂറിൽ ഒരു പ്രൊഡക്റ്റ് 50 എണ്ണ ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് പൗഡർ മെറ്റലർജി വഴി ആ പ്രൊഡക്റ്റ് തന്നെ ഒരു 100 എണ്ണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100 എണ്ണത്തിൽ കൂടുതലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ കഴിയും. അതായത് പ്രൊഡക്ഷൻ റേറ്റ്സ് എന്താണ് ഇവിടെ വളരെ കൂടുതലാണ്. ആർ ഹൈ ഈവൻ ഫോർ കോംപ്ലക്സ് പാർട്സ്. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടുകളാണെങ്കിൽ പോലും നമുക്ക് എന്താണ്, പ്രൊഡക്ഷൻ റേറ്റ് ഇവിടെ കൂടുതലാണ് മറ്റ് മാനുഫാക്ചറിങ് മെത്തേഡ്സുകളെ അപേക്ഷിച്ച്. ദെൻ അടുത്തെന്താണ്, നോ മെറ്റീരിയൽ ഈസ് വേസ്റ്റഡ് ആസ് സ്ക്രാപ്പ്. The process makes use of 100% raw material unlike castings, press forming, etc. നമ്മൾ പറഞ്ഞിരുന്നു. കാരണം മെഷീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫർദർ മെഷീനിങ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റ് മാനുഫാക്ചറിങ് മെത്തേഡ്സൊക്കെ അപേക്ഷിച്ച് കുറേ വേസ്റ്റേജ് മറ്റ് മാനുഫാക്ചറിങ് മെത്തേഡ്സിലൊക്കെ ഉണ്ട്. എന്നാൽ ആ ഒരു വേസ്റ്റേജ് അല്ലെങ്കിൽ മെറ്റീരിയൽ വേസ്റ്റേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് സ്ക്രാപ്പിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പറയാൻ പറ്റും. 100% നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കാസ്റ്റിങ്സിലോ പ്രസ് ഫോമിങ്സിലോ ഒന്നും അങ്ങനെയല്ല സംഭവിക്കാറ്. അവിടെയൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് ഓഫ് മെറ്റീരിയൽ അവിടെ ഉണ്ടാവുന്നുണ്ട്. ദെൻ parts with wide variation in composition and materials can be produced. അതായത് നമുക്ക് പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ പാർട്ടുകൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കോമ്പോസിഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പൗഡർ മെറ്റലർജിയിൽ സാധിക്കും. കാരണം നമുക്ക് വ്യത്യസ്ത കോമ്പിനേഷൻസിൽ പൗഡേഴ്സിനെ, മെറ്റൽ പൗഡേഴ്സ് ഉണ്ടെങ്കിൽ ആ മെറ്റൽ പൗഡേഴ്സിനെ വ്യത്യസ്ത കോമ്പിനേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മിക്സ് ചെയ്യുക, അല്ലേ. ബ്ലെൻഡിങ്, മിക്സിങ് എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യസ്ത കോമ്പിനേഷനിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലെൻഡ് ചെയ്യാനോ മിക്സ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്കിവിടെ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ ഇവിടെ കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് മറ്റുള്ള മാനുഫാക്ചറിങ് മെത്തേഡുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ. പാർട്സ് വിത്ത് കൺട്രോൾഡ് പൊറോസിറ്റി can be produced. Parts with controlled porosity can be produced. അതായത് മറ്റ് മാനുഫാക്ചറിങ് മെത്തേഡ്സിലൊക്കെ പൊറോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വോയിഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ അല്ലതിൻ്റെ ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എന്താ ചെയ്യുക, കുറേ എയർ ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും, അല്ലേ. എയറുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ പോർ ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പോറസ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. അത് പക്ഷേ കാസ്റ്റിങ് അല്ലെങ്കിൽ ഫോർജിങ് തുടങ്ങിയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള വെൽഡിങ് അങ്ങനത്തെ പ്രോസസ്സിലൊന്നും ആ പൊറോസിറ്റി എന്ന് പറയുന്ന ആളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പമല്ല. അത് അതിനൊരു തോന്നിയ രീതിയിലാണ് എന്ത് ചെയ്യുക, അത് നമുക്ക് പ്രത്യേകിച്ചായിട്ട് കൺട്രോൾ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ നമുക്ക് പൗഡർ മെറ്റലർജിയിൽ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, കഴിയും. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് പൊറോസിറ്റി കൺട്രോൾ ചെയ്തിട്ടുള്ള പാർട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൗഡർ മെറ്റലർജി വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ഫിൽറ്റേഴ്സ് അറിയാം. ഫിൽറ്റേഴ്സിൽ കുറേ പോറസ് സ്ട്രക്ചറാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. എന്താണ്, പോറസ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഫിൽറ്റർ. അപ്പോൾ അത്തരത്തിലുള്ള ഫിൽറ്റേഴ്സൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡാണ് എന്ത്, ഈ പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത്. സോ പാർട്സ് വിത്ത് കൺട്രോൾഡ് പൊറോസിറ്റി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ. അതുപോലെ സ്കിൽഡ് മെഷീനിസ്റ്റ് ആർ നോട്ട് റിക്വയർഡ്, സോ ലേബർ കോസ്റ്റ് ഈസ് ലോ. നമുക്ക് എന്ത് വേണ്ട, സ്കിൽഡ് ആയിട്ടുള്ള മെഷീനിസ്റ്റുകളൊന്നും വേണ്ട. കാരണം ഇവിടെ മെഷീനിങ് എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൽഡ് ആയിട്ടുള്ള മെഷീനിസ്റ്റുകളൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വരുന്ന ലേബർ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ കഴിയും. എന്നാൽ കാസ്റ്റിങ്ങിലും ഫോർജിങ്ങിലും ഒക്കെ എന്ത് ചെയ്യേണ്ടതും സ്കിൽഡ് ആയിട്ടുള്ള മെഷീനിസ്റ്റുകൾ ആവശ്യമാണ്. അപ്പോൾ അവിടെ ആ ലേബർ കോസ്റ്റ് അവിടെ വരും. എന്നാൽ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് എന്തില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ദെൻ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ക്യാൻ ബി കൺട്രോൾഡ് മോർ ക്ലോസ്ലി ദാൻ അതർ പ്രോസസ്. അതായത് നമുക്ക് ഫൈനൽ കിട്ടേണ്ട പ്രൊഡക്റ്റിൻ്റെ സ്ട്രക്ചർ, ക്യൂബിക് സ്ട്രക്ചർ, ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണോ വേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണോ വേണ്ടത്, അതൊക്കെ പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യാൻ മറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ അപേക്ഷിച്ച് ഈ ഒരു പൗഡർ മെറ്റലർജി പ്രോസസ്സിൽ സാധ്യമാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് ബ്ലെൻഡിങ് നടത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായിട്ടുള്ള കോമ്പിനേഷനിൽ ബ്ലെൻഡിങ് നടത്താൻ കഴിയുന്നുണ്ട്. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ കൃത്യമായ സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതെല്ലാമാണ് അഡ്വാൻറ്റേജസ്. നിങ്ങൾ കുറേ 4, 5, 6 പോയിന്റെങ്കിലും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് 6 പോയിന്റെങ്കിലും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, 6 അല്ലെങ്കിൽ 7 പോയിന്റെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം അഡ്വാൻറ്റേജസ് പൗഡർ മെറ്റലർജീൻ്റെ. അതുപോലെ തന്നെ എന്തെല്ലാമാണ് ഈ പൗഡർ മെറ്റലർജീൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത് നമുക്ക് നോക്കാം. പൗഡേർഡ് മെറ്റൽസ് ആർ വെരി എക്സ്പെൻസീവ് ദാൻ ദോസ് ഇൻ റോഡ് ഫോംസ്. അതായത് നമുക്ക് മറ്റ് കാസ്റ്റിങ്ങിനോ ഫോർജിങ്ങിനോ അല്ലെങ്കിൽ വെൽഡിങ്ങിനോ ഒക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ റോഡ് ഫോം, അതൊക്കെ കൃത്യമായിട്ട് റോഡ് ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം അത്തരത്തിലുള്ള റോഡ് ഫോംസിലുള്ള മെറ്റീരിയൽസിനെ കാട്ടും ഈ പൗഡേർഡ് മെറ്റൽസ് വെരി എക്സ്പെൻസീവ് ആണ്. കാരണം നമുക്ക് പൗഡർ ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ അറ്റോമൈസേഷൻ, മെക്കാനിക്കൽ പൾവറൈസേഷൻ, ഇലക്ട്രോളിസിസ്, ആ രീതിയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വേണ്ടി കൊണ്ടുവരണം. നമുക്ക് ആ റോഡ് ഫോമിലുള്ളതിനെ പൗഡർ ആക്കിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ റോഡ് ഫോമിലുള്ള ആൾ എന്തായാലും വില കുറവാണ്, പക്ഷേ പൗഡർ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും അതിന് വില കൂടും. കാരണം വീണ്ടും മാനുഫാക്ചറിങ് വരികയാണ്. അപ്പോൾ എക്സ്പെൻസ് ആണ് ഈ പൗഡേർഡ് മെറ്റൽസ് എന്ന് പറയുന്നത്. അതുപോലെ ഹൈ കോസ്റ്റ് ഓഫ് ടൂളിങ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ ഉണ്ട്, അത് പ്രസ് ഡൈ ഉണ്ട്, ഒരു പ്രസ് ഉണ്ട്, ആ പ്രസ്സിൽ വരുന്ന ഡൈ ഉണ്ട്, അതിൻ്റെ കട്ടിങ് ടൂൾ ഉണ്ട്, അത്തരത്തിലുള്ള അതുപോലെ മൊത്തം എക്യുപ്മെൻറ്റ്, അതിൻ്റെയൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലാണ്. പൗഡർ മെറ്റലർജിയിൽ അത് വളരെ കൂടുതലാണ്. ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലാണ് ഇവിടുത്തെ ടൂളിങ് ആൻഡ് എക്യുപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് വളരെ പർട്ടിക്കുലർലി വരുന്നത് എപ്പോഴാണ്, ഒരു ലിമിറ്റേഷൻ ആയിട്ട് എപ്പോഴാണ് വരുന്നത്, വെൻ ദ പ്രൊഡക്ഷൻ വോളിയൂംസ് ആർ സ്മോൾ. അതായത് നമുക്ക് വളരെ കുറച്ച് നമ്പർ ഓഫ് കമ്പോണൻസുകൾ മാത്രമേ ഉണ്ടാക്കേണ്ടതുള്ളൂ. ഒരു 10 പ്രൊഡക്റ്റ് ഒരു 10 പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കേണ്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നമ്പർ ഓഫ് പ്രൊഡക്ട്സുകളെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരുന്നുള്ളൂ. അങ്ങനത്തെ സമയത്ത് നമുക്ക് ഈ ഒരു പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത് തീരെ സ്യൂട്ടബിൾ ആവില്ല. കാരണം ആൾറെഡി ആ എക്യുപ്മെൻറ്റിൻ്റെയും ടൂളിൻ്റെയും ഡേയിൻ്റെയും ഒക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ആ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലാർജ് വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ സ്മോൾ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പൗഡർ മെറ്റലർജിയിൽ കൊടുക്കാൻ കഴിയില്ല. എപ്പോഴും ഹൈ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ആണ് അവിടെ ബെസ്റ്റ്. ഓക്കെ, then the size of the product is limited because of the large presses and expensive tools which would be required for compacting. അതായത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റിൻ്റെ സൈസ് ലിമിറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് കോമ്പാക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് പൗഡർ മെറ്റലർജിയിൽ വരുന്നുണ്ട്. അപ്പോൾ കോമ്പാക്ട് ചെയ്യുന്ന പ്രസ്, അത് പ്രസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പാക്ഷൻ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കോമ്പാക്ഷൻ നടത്തുന്ന പ്രസ്സുകൾ എന്തായിരിക്കണം, അതിനനുസരിച്ച് വലിയ പ്രസ്സുകളായിരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ ടൂളുകളും ഡേകളും ഒക്കെ വളരെ അതിനനുസരിച്ച് എക്സ്പെൻസീവായിട്ട് വരും. സോ അത് ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ സൈസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ കാസ്റ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രൊഡക്റ്റിൻ്റെ അത്രയും സൈസിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൗഡർ മെറ്റലർജി എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള വലിയ ലാർജ് പ്രസ്സുകളും അതിനനുസരിച്ച് അതിൽ യൂസ് ചെയ്യുന്ന ടൂളുകളും ഡേകളും ഒക്കെ എന്ത് ചെയ്യും, അതിൻ്റെയൊക്കെ എക്സ്പെൻസ് ഒക്കെ കൂടി വരും. ഓക്കെ, ദെൻ complicated shapes such as produced by casting cannot be made by this process.
അപ്പോൾ നിങ്ങൾ കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ ലിക്വിഡ് മെറ്റലിനെ ഒരു പർട്ടിക്കുലർ മോൾഡിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്, ഫ്ലോ ചെയ്യാൻ അല്ലേ, ഒരു മോൾഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, pour ചെയ്യണം. അങ്ങനെ pour ചെയ്യുമ്പോൾ ആ മെറ്റലിൻ്റെ ഫ്ലോബിലിറ്റി, ലിക്വിഡ് മെറ്റലിൻ്റെ ഫ്ലോബിലിറ്റി കാരണം അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ഷേപ്സ് ആണെങ്കിലും ആ ഒരു ഏരിയയിലേക്കൊക്കെ എന്ത് ചെയ്യും, അത് എത്തും. എന്നാൽ ലിക്വിഡ് മെറ്റലിൻ്റെ അത്ര ഫ്ലോബിലിറ്റി ആയിരിക്കില്ല നമ്മുടെ മെറ്റൽ പൗഡേഴ്സിന് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സുകൾ കാസ്റ്റിങ്ങിൻ്റെ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൗഡർ മെറ്റലർജിയിൽ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ കഴിയില്ല. ഓക്കെ, ഇതെന്താണ് പാർട്സ് മെയ്ഡ് ബൈ പൗഡർ മെറ്റലർജി in most cases do not have good physical properties as cast parts. അപ്പോൾ കാസ്റ്റിംഗ് വഴി അല്ലെങ്കിൽ ഫോർജിങ് വഴിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പാർട്ടുകൾ ഉണ്ടായിരിക്കും, ഫൈനൽ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻലി സ്ട്രെങ്ത് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ നിങ്ങൾ നോക്കുക. സ്ട്രെങ്ത് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ അതിൻ്റെ ഡക്റ്റിലിറ്റി, അതുപോലെ ഇമ്പാക്റ്റ് സ്ട്രെങ്ത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് പൗഡർ മെറ്റലർജിയിൽ കിട്ടുന്ന പ്രൊഡക്റ്റിനെക്കാട്ടും കൂടുതലായിരിക്കും ഈ കാസ്റ്റിങ്ങിൽ ഫോർജിങ്ങിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ചെറിയൊരു ലിമിറ്റേഷൻ പൗഡർ മെറ്റലർജിയിൽ ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാമാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഇത് പഠിക്കുക. ഓക്കെ, ദെൻ എന്താണ് പൗഡർ മെറ്റലർജിയിൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സുകൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ്. ഞാൻ പറഞ്ഞു പൊറോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ പൗഡർ മെറ്റലർജിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിൽറ്റേഴ്സ് മോസ്റ്റ് കോമൺലി മാനുഫാക്ചർ ചെയ്യുന്നത് പൗഡർ മെറ്റലർജി എന്ന് പറയുന്ന മാനുഫാക്ചറിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ കട്ടിംഗ് ടൂളുകളും ഡൈകളും ഒക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് പൗഡർ മെറ്റലർജി ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ പോറസ് ആൻഡ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് ബിയറിങ്സ് ഉണ്ട്, അവ മാനുഫാക്ചർ ചെയ്യുന്നത് പൗഡർ മെറ്റൽ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ റിഫ്രാക്ടറി പാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചേഴ്സ് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന പാർട്സുകളാണ് റിഫ്രാക്ടറി പാർട്സ്. അപ്പം അത്തരത്തിലുള്ള പാർട്സുകൾ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൗഡർ മെറ്റലർജി വഴി കഴിയും. കാരണം അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഹൈ ടെമ്പറേച്ചർ റേഞ്ച് ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് മറ്റ് മാനുഫാക്ചറിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എളുപ്പത്തിൽ കഴിയും. ഫോർ എക്സാമ്പിൾ ടങ്സ്റ്റൺ, ടൻറ്റാലം തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ്, അതിൻ്റെയൊക്കെ മെൽറ്റിംഗ് പോയിന്റ് നിങ്ങൾക്കറിയാം വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മാനുഫാക്ചർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ബൾബിലെ ഫിലമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ടങ്സ്റ്റൺ ഉണ്ടല്ലോ, ടങ്സ്റ്റൺ ഫിലമെൻറ്റ്, അത് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത് പൗഡർ മെറ്റലർജി എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ പ്രൊഡക്ട്സ് മെയ്ഡ് ഫ്രം മെറ്റീരിയൽസ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു മെഷീൻ, ഇത് വളരെ ഡിഫിക്കൽട്ടായ നമുക്ക് മെഷീൻ ചെയ്യുക എന്ന് പറയുന്നത് അത്തരം മെറ്റീരിയൽസിന് ഡിഫിക്കൽട്ടായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾസുകളൊക്കെ വളരെ ഹാർഡാണ്. അപ്പോൾ അത്തരത്തിലുള്ള കട്ടിംഗ് ടൂൾസുകളൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് പൗഡർ മെറ്റലർജിയാണ്. ഫോർ എക്സാമ്പിൾ ടങ്സ്റ്റൺ കാർബൈഡ് എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതിനെ നമുക്ക് മെഷീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കുക, നമുക്ക് സ്യൂട്ടബിൾ സൈസിലേക്കും ഷേപ്പിലേക്കും കൊണ്ടുവരിക എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ട് നടത്തുന്നത് പൗഡർ മെറ്റലർജിയിലാണ്. അതുപോലെ സ്മോൾ പെർമനൻറ്റ് മാഗ്നറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പൗഡർ മെറ്റലർജി യൂസ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ കിട്ടുന്ന മാഗ്നറ്റ്സിനെ മറ്റ് മാനുഫാക്ചറിങ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്സിനെക്കാട്ടും മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ കൂടുതലാണ്. ഓട്ടോമോട്ടീവ് കമ്പോണൻസ് സച്ച് ആസ് ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം ഷാഫ്റ്റ് സ്പ്രോക്കറ്റ്, പിസ്റ്റൺ റിങ്സ്, സ്മോൾ ഗിയേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൗഡർ മെറ്റലർജി യൂസ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ കഴിയും. ഇത് മാത്രമൊന്നുമല്ല, ഇതിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൗഡർ മെറ്റലർജി എന്ന് പറയുന്ന മാനുഫാക്ചറിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയും. ഈ പൗഡർ മെറ്റലർജിയിലെ കൺവെൻഷണൽ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കുറേ അഡ്വാൻസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. വളരെ റീസെൻറ്റ് ആയിട്ടുള്ള കുറേ അഡ്വാൻസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. കൂടുതൽ പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ പൗഡർ മെറ്റലർജി എന്ന് പറയുന്ന ഫീൽഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് അവസാനിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ നോട്ടുകൾ കൃത്യമായിട്ട് എല്ലാവരും എഴുതണം. നോട്ട് ഇന്ന് കൃത്യമായി അപ്ലോഡ് ചെയ്യും. ഇതുവരെ ഉള്ള നോട്ടുകളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി എല്ലാവരും എഴുതണം. അപ്പോൾ താങ്ക് യു.